بسم الله الرحمن الرحيم أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون قل آمنا بالله وما أنزل على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, സഹൃദയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മഹത്തായ ഈ പരിപാടിയിൽ
പങ്കെടുക്കുവാനും അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അന്യോന്യം മനസ്സിലാക്കുവാനുമുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുകയാണ്. നാം ഓരോരുത്തരും മനസ്സിലാക്കിയതുപോലെ മതം ഗുണകാംക്ഷയാണ് എന്ന ടൈറ്റിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീന്റെ നേതൃത്വത്തിൽ പ്രൗഢമായ പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് ആ ക്യാമ്പയിന്റെ സമാപനം മെയ് 8, 9 തീയതികളിലായി കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ മതം ഗുണകാംക്ഷയാണ് എന്ന ഏറ്റവും ഉന്നതമായ ഒരു പ്രഖ്യാപനം മുന്നിൽ വെച്ചുകൊണ്ട് സ്വജീവിതത്തിൽ അതിൻ്റെ പ്രതികരണങ്ങൾ സാധ്യമാക്കുവാൻ കഴിവിന്റെ പരമാവധി ഓരോരുത്തരും പണിയെടുക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർവഹിക്കുവാനുള്ള ചില ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് എന്നത് ചുറ്റുപാടുകളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കിയവരാണ് മനുഷ്യർ. ഈ ലോകത്ത് നിർവഹിക്കേണ്ടതായ ആ ബാധ്യത അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുക, റസൂലിന്റെ വിളിക്കുത്തരം നൽകുക എന്നതാണ്. ജീവൽ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അത് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ തീരുമാനിക്കും എന്നതിനപ്പുറം എന്റെ നാട്ടുകാരുടെ അംഗീകാരത്തിനനുസരിച്ചുകൊണ്ട് എന്റെ തീരുമാനങ്ങൾ മാറിമറിയും എന്നതിനപ്പുറം എന്റെ ജീവിതത്തിന്റെ നിലപാടുകളെ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിന്റെ നിലപാടുകളെ സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആനിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കനുസരിച്ചുമാണ് എന്ന ഒരവസ്ഥയിലേക്ക് ഉയർന്നു വരാൻ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു നിലപാട് ലോകത്ത് സ്വീകരിച്ചവരാണ് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിന്റെ 51-ാം സൂക്തത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അയ്യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, തീർച്ചയായും മുഅ്മിനുകളുടെ വാക്ക് ഇപ്രകാരം മാത്രമായിരിക്കും. ഏത് അവസ്ഥയിൽ? ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയങ്ങളിൽ വിധി പറയുവാൻ വേണ്ടി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ അതിന് ഉത്തരമായി മുഅ്മിനീങ്ങൾ പറയുക ഇപ്രകാരമായിരിക്കും, അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അള്ളാഹുവിലേക്ക് വിളിക്കപ്പെട്ടാൽ, റസൂലുള്ളാഹിയിലേക്ക് വിളിക്കപ്പെട്ടാൽ, അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിക്കപ്പെട്ടാൽ മുഅ്മിനുകളായ ആളുകൾ നൽകുന്ന മറുപടി സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, അനുസരിച്ചു എന്നതാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ജീവിതത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞവരാരോ
അവരാണ് വിജയികളെന്ന് വിശുദ്ധ ഖുർആൻ. ജീവിതത്തിന്റെ വിജയം സാധ്യമാവുക ആ ഒരു നിലപാട് കൊണ്ട് മാത്രമാണ്. ആ ഒരു നിലപാട് സ്വീകരിച്ച ഒരാൾ മാത്രമേ മുഅ്മിനാവുകയുള്ളൂ, വിശ്വാസിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 65-ാം സൂക്തത്തിൽ വീണ്ടും പ്രഖ്യാപിച്ചത്, ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك നിന്റെ റബ്ബിനെ തന്നെയും സത്യം, ലാ യുഅ്മിനൂൻ ഒരിക്കലും അവർ മുഅ്മിനുകളാവുകയില്ല, വിശ്വാസികളാവുകയില്ല. നബിയെ ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയങ്ങളിൽ അങ്ങയവർ പരിപൂർണമായി വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ, അങ്ങയുടെ തീരുമാനത്തിന് വേണ്ടി കാതോർക്കുന്നത് വരെ, അങ്ങയുടെ തീരുമാനത്തിന് വേണ്ടി ചെവി കൂർപ്പിച്ചുകൊണ്ടവർ കടന്നു വരുന്നത് വരെ ഒരിക്കലും അവർക്ക് മുഅ്മിനാവുക സാധ്യമല്ല. അങ്ങനെ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അങ്ങ് വിധി പറഞ്ഞാൽ ثم لا يجدوا في أنفسهم حرجا مما قضيت അങ്ങയുടെ തീരുമാനത്തിൽ പിന്നെ യാതൊരു തരത്തിലുള്ള നീരസവും അവർ പ്രകടിപ്പിക്കുന്നതല്ല. മാനസികമായ ഒരു വെറുപ്പും അങ്ങയുടെ തീരുമാനത്തോട് അവർക്കുണ്ടാവുകയില്ല. വയുസല്ലിമൂ തസ്ലീമാ അങ്ങയുടെ തീരുമാനത്തെ പരിപൂർണമായും നല്ല മനസ്സോടെ സ്വീകരിക്കുന്നവർ മാത്രമാണ് മുഅ്മിനുകൾ. ആ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും വിശ്വാസിയാവുക സാധ്യമല്ല. അവർ മുഅ്മിനുകളല്ല. നിന്റെ റബ്ബിനെ തന്നെയും സത്യം, ലാ യുഅ്മിനൂൻ അവർ മുഅ്മിനാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനാകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഈ നിലപാടിൽ ഒരു മാറ്റവും വരുത്തുവാൻ പാടുള്ളതല്ല. ഇനി അങ്ങനെ ആരെങ്കിലും മാറ്റം വരുത്തിയാലോ, വിശുദ്ധ ഖുർആൻ പറയുന്നു, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല. ജീവിതത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് റസൂൽ